G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് മട്ടാഞ്ചേരി പഴയന്നൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ കൊച്ചിയിൽ താമസിക്കുന്നവർ ആനവാതിൽ എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരാനയ്ക്ക് കയറിപ്പോകാൻ ഉള്ള വലിപ്പം പോലെയാണ് ഈ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പഴക്കം ചെന്ന ആരാധനാ മന്ദിരങ്ങളിൽ ഒന്നാണ്. പഴയന്നൂർ ക്ഷേത്രത്തിലെ ഭഗവതി കൊച്ചി രാജവംശത്തിൻ്റെ കുലദേവതയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യം വിഷ്ണു പ്രതിഷ്ഠയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും പിന്നീടാണ് ഭഗവതിയുടെ രൂപത്തിൽ ആരാധന ആരംഭിച്ചത്. നാടിൻ്റെ സംസ്കാരത്തിലും കൊച്ചി രാജവംശത്തിൻ്റെ ചരിത്രത്തിലും ഈ ക്ഷേത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. രാജവംശത്തിൻ്റെ പരദേവതയും ഉപാസനാമൂർത്തിയും കൂടിയാണ് പഴയന്നൂർ ഭഗവതി. ദേവിയെ ഇവിടെ അന്നപൂർണേശ്വരി രൂപത്തിൽ ആരാധിക്കുന്നു. വിശ്വാസപ്രകാരം ഒരു കൊച്ചി രാജാവ് കാശിയിൽ നിന്ന് ഒരു ഭഗവതി വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. മട്ടാഞ്ചേരി ക്ഷേത്രത്തിനടുത്ത് തന്നെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ചരിത്രവും ഭക്തിയും ഒരുമിച്ച് ചേരുന്നൊരു പ്രത്യേക സ്ഥലം കൂടിയാണ് ഇത്. കൊച്ചി രാജകുടുംബത്തിൻ്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ കൊട്ടാരത്തിലെ പൂജാമുറിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ശില്പകല കേരളീയ ശൈലിയിലാണ്. മട്ടാഞ്ചേരി കൊട്ടാരത്തിനടുത്ത് തന്നെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ചരിത്രവും ഭക്തിയും ഒരുമിച്ച് ചേരുന്നൊരു പ്രത്യേക സ്ഥലം കൂടിയാണിത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനമാസത്തിലെ 8 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവം തന്നെയാണ്. തിരുവോണം നക്ഷത്രം ആധാരമാക്കി നടത്തുന്ന ആറാട്ടാണ് സമാപനം. തുലാമാസത്തിലെ നിറമാല ഉത്സവവും നവരാത്രി, തിരുവാതിര, മഹാശിവരാത്രി തുടങ്ങിയ ആഘോഷങ്ങളും ഇവിടെ ഭംഗിയായി നടക്കുന്നു. ചരിത്രവും ഭക്തിയും ചേർന്ന് നിൽക്കുന്ന ഈ ദൈവിക സ്ഥാനത്ത് ഒരിക്കൽ വന്നെത്തി ദേവിയുടെ അനുഗ്രഹം തേടിക്കൊള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.